എന്നാ കുട്ടിയെ വിളിച്ചാലോ? മോളെ വിളിക്കണതൊന്നും ഇല്ലാന്നേ. മോളെപ്പോ ഇതിൽ ആരാ കാണാത്തത്? എല്ലാരും കണ്ടിട്ടുണ്ട്. പിന്നെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഫോണിൽ ഇങ്ങനെ വിളിക്കുമ്പോഴേ ഇവൻ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു തരും. അച്ഛാ ഇതാണ് മണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഒന്നിങ്ങനെ നോക്കും, അങ്ങനെ കൊടുക്കും. എന്നാലും അതിന്റെ ഒരു ചടങ്ങിന്റെ ഒരു രീതിക്ക് അതെ, അതിന് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സംഗതികളുണ്ടല്ലോ, അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചാൽ ചായ കൊണ്ടിട്ട് വരാൻ പറയാ. മോളെ മണ്ടോ, മോളെ ഒന്നുകൂടെ വരും. പിന്നെ കുട്ടിയുടെ അച്ഛാ, നമ്മളിപ്പോ സ്ത്രീധനത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള 5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടല്ലോ, അതിലിപ്പോ ടോക്കൺ അഡ്വാൻസ് ആയിട്ട് ഒരു 2 ലക്ഷം ഉറുപ്പ്യ കൂടി തരാണ്ടാവോ? ടോക്കണോ? അതെ, ബാക്കിയൊക്കെ പിന്നെ മതി, വിഷയമില്ല. എന്താ വെച്ചാൽ വേറെ അത്യാവശ്യമായിട്ട് 1-2 കേസുകൾ ഉണ്ടായിരുന്നു, അതാണ്. നോക്കാം. ആ അതാണ്. എടുത്തോ എടുത്തോ. വേണ്ട, ഇറങ്ങൂല അപ്പൊ. ചായ എവിടെ മോളെ? ചായയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ സംസാരിക്കാനുള്ളത്? എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആ കാരണന്മാരൊക്കെ പാടെ കൂടി ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞു. അല്ല, ഞങ്ങളുടെ ജീവിതമല്ലേ, അപ്പൊ ഞങ്ങക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്ത് സംസാരിക്കാന്ന്? നിങ്ങൾ 5-8 കൊല്ലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇനിയിപ്പോ എന്താ വേറെ പുതിയതായിട്ട്? അച്ഛാ, അപ്പൊ എങ്ങനെയാണ് കച്ചവടം ഉറപ്പിച്ചത്? 5 ലക്ഷം രൂപ, 50 പവനും ഇന്നോവ കാറല്ലേ? വൈറ്റാണ് വേണ്ടത് നമുക്ക് വേണ്ടി ആളുകൾ. ആ, ഞാൻ കേട്ട, അകത്തുനിന്ന് എല്ലാം കേട്ടായിരുന്നു. ഈ 50 പവൻ എന്ന് പറയുമ്പോ എത്ര വരും ചേട്ടാ? 50 പവന് 20 ലക്ഷം രൂപ വരും. പിന്നെ ഇന്നോവ കാറിനോ? 30. അപ്പൊ മൊത്തം എല്ലാം കൂടി കൂട്ടി 55 ലക്ഷം. 55 വരും. അച്ഛാ, ഞാൻ BEd കഴിഞ്ഞല്ലേ, ഒരു 20 ലക്ഷം ഏതെങ്കിലും സ്കൂളിൽ കൊടുത്താലേ എനിക്ക് നല്ല ജോലി കിട്ടും. അയ്യയ്യേ, എന്തിനാ മോളെ നിനക്കൊരു ജോലി? ദാ ഇവൻ 1-ാം ജോലിയില്ലേ. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പെണ്ണുങ്ങളും പുറത്തു പോയി അധ്വാനിച്ചു കൊണ്ടുവന്ന് തിന്നണ ശീലം ഞങ്ങൾക്കില്ല. അത് നിങ്ങൾ കഴിക്കണ്ട, ഞാൻ അധ്വാനിക്കണത് എനിക്കും എന്റെ അച്ഛനും കഴിക്കാലോ. മണ്ടു, നീ എന്താണ് ഒരു മര്യാദ ഇല്ലാതെ അച്ഛനോട് സംസാരിക്കണത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണോടോ? പിന്നെ ഞാൻ എങ്ങനെ പറയണോന്ന്? 5-8 വർഷം പ്രേമിച്ച് നടന്നപ്പോ തനിക്ക് ഇതൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു ജോലി കിട്ടിയപ്പോഴത്തേക്കും പെണ്ണിന് വില പേശാൻ വേണ്ടി വന്നേക്കണത്. നോണം ഉണ്ടാണോ നിനക്ക്? അച്ഛന്റെ വാക്കും കേട്ട് സ്വന്തം അഭിപ്രായം തോന്നുമ്പോ മാറ്റി പറയണ തന്നെ പോലെയുള്ള നട്ടലില്ലാത്തവന്മാരെ കെട്ടണേല് നല്ലതേ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. മണ്ടു, എന്താണ് നിനക്കും നിന്റെ അച്ഛനും ജീവിക്കാൻ വേറെ മാർഗമില്ലെങ്കിലേ പോയി തെണ്ടി തിന്നെ. അച്ഛൻ മിണ്ടായിരിക്കേ, എണീക്കടാ.